ഹോസ്പിറ്റൽ കിടക്കയിൽ കിടന്നുകൊണ്ട് ദുർഗ പറയുന്ന കാര്യങ്ങൾ ഒരു ഞെട്ടലോടെ അഭി കേൾക്കുകയായിരുന്നു. അവരുടെ പ്രണയവും വിരഹവുമെല്ലാം ഒരു സിനിമ കാണുന്ന പോലെ അവന്റെ മനസ്സിൽ തെളിഞ്ഞുകൊണ്ടിരുന്നു. പുറം മനസ്സിൽ അവൻ മറന്നുപോയ കാര്യങ്ങളെല്ലാം അവന്റെ ഉത്ഭോഗ മനസ്സ് ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു. പിന്നെ രാജുവിന്റെ സഹായത്തോടെ തിരുവനന്തപുരത്തുള്ള മെഡിക്കൽ കോളേജിൽ MBBS അഡ്മിഷൻ വാങ്ങിയെടുത്തു. 4 വർഷം അവിടെ പഠിച്ചു. ഇതിനിടയിലൊക്കെ നീ പഠിക്കുന്ന കോളേജ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷേ അത് നിന്നിലേക്ക് എത്താനല്ല. ദേവദത്തൻ, അയാളെ എനിക്ക് ഇല്ലാതാക്കണമായിരുന്നു. ഞാൻ ദേവുവായി വേഷം കെട്ടിയതും അതിനു വേണ്ടി തന്നെയാ. നിന്റെ കോളേജ് കണ്ടുപിടിച്ച് അവിടെ അഡ്മിഷൻ എടുക്കുമ്പോൾ എനിക്കറിയാമായിരുന്നു അയാൾ എന്തായാലും എന്നെ തേടി എത്തുമെന്ന്. ഞാൻ ദേവുവല്ല ദുർഗയാണെന്ന് അയാൾ അറിഞ്ഞാൽ എനിക്ക് അയാളെ നശിപ്പിക്കാനുള്ള സമയം കിട്ടാതായി എന്ന് വരും. അതുകൊണ്ടുകൂടിയാ എന്റെ ദേവുവിനെ ഞാൻ എന്റെ ആത്മാവിലേക്ക് ചേർത്തത്. എനിക്കിപ്പോ എല്ലാം ഓർമ്മയാകുന്നുണ്ട് ദുർഗ. നമ്മുടേത് മാത്രമായിരുന്ന ആ കാലം, ഞാൻ നിന്റേതും നീ എന്റേതും മാത്രമായിരുന്ന ആ നിമിഷങ്ങൾ. എന്നിട്ടും ഞാൻ എങ്ങനെയാ നിന്നെ മറന്നത്? എല്ലാം നിന്റെ അച്ഛൻ ചെയ്തതല്ലേ. അയാൾക്ക് നിന്റെ ജീവനേക്കാൾ വലുത് അയാളുടെ അഭിമാനമല്ലേ. അച്ഛൻ എത്രത്തോളം ക്രൂരത നിങ്ങളോട് ചെയ്തതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. നിങ്ങളോട് മാത്രമല്ല, എന്നോടും. എന്നാലും ഒരു കരുണയുമില്ലാതെ എങ്ങനെയാ അച്ഛന് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത്? അഭിനേരിയ അമർഷത്തോടെ പറഞ്ഞു. എന്നെ ഈ ഭൂമിയിൽ ആരോരും ഇല്ലാതാക്കിയവനാണവൻ. ഒന്നും അറിയാത്ത പാവങ്ങളെ കൊന്നു തള്ളിയവൻ. അയാളെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എന്റെ ശരീരത്തിൽ ജീവൻ ബാക്കി നിർത്തിയിരിക്കുന്നത്. ദുർഗ അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ പ്രതികാരത്തിന് തീക്കനൽ ആളി കത്തുന്നുണ്ടായിരുന്നു. ദുർഗ, കഴിഞ്ഞതെല്ലാം മറന്നൂടെ? ഇനിയുള്ള കാലം പഴയ പോലെ നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ? അഭി അവളുടെ കൈകളിൽ പിടിച്ചു. എന്നെ വിട അഭി. നീയുമായി സുഖിച്ച് ജീവിക്കാനല്ല ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. നമ്മുടെ പ്രണയം കൊണ്ട് മാത്രം ജീവൻ നഷ്ടമായവരാണ് എന്റെ അച്ഛനും അമ്മയും സഹോദരിയും. അവരുടെ ആത്മാവിന് നീതി വാങ്ങിക്കൊടുക്കാതെ അതിന് കാരണക്കാരനായ നിന്റെ കൂടെ ഞാൻ ജീവിക്കാനോ? ദുർഗ, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. പക്ഷേ നിന്നെ എനിക്കിനി ഒന്നിനോ ആർക്കും വിട്ടുകൊടുക്കാൻ കഴിയില്ല. നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ഒരുമിച്ച് ജീവിക്കാം. നിന്റെ അച്ഛനും അമ്മയും ദൈവവുമെല്ലാം ആഗ്രഹിക്കുന്നതും അത് തന്നെയായിരിക്കും. അഭി അവളുടെ കൈകളിൽ പിടിച്ച് കെഞ്ചി. നീ എന്താ ഭ്രാന്ത് പറയുകയാണോ അഭി? അല്ല, ഞാൻ സ്വബോധത്തോടെ തന്നെയാ പറയുന്നത്. നിന്നെ എനിക്ക് വേണം ദുർഗ. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. ദുർഗയുടെ മനസ്സിൽ ആ സമയം മറ്റൊരു പദ്ധതി രൂപപ്പെടുകയായിരുന്നു. ദേവദത്തനിലേക്ക് എത്താൻ അഭി ഒരു എളുപ്പവഴിയാണെന്ന് അവൾ മനസ്സിലാക്കി. എനിക്ക് വേണ്ടി എന്തും ചെയ്യുമോ നീ? ചെയ്യും ദുർഗ. പക്ഷേ എന്റെ കൈകൊണ്ട് എന്റെ അച്ഛനെ കൊന്നു തരാനൊന്നും എന്നോട് പറയരുത്. ഇത്രയും ജീവനുകൾ ഒരു പുൽപ്പൊടി പറിക്കുന്ന ലാഘവത്തോടെ പറിച്ചു കളഞ്ഞ അയാളെ ജീവനോടെ കാണാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല. എങ്കിലും എത്ര ദുഷ്ടനാണെന്ന് പറഞ്ഞാലും എനിക്ക് ജന്മം തന്ന ആളല്ലേ. ഇല്ല, അങ്ങനെയൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്റെ കൂടെ നിന്ന് ചെയ്തു തരണം. എന്റെ ലക്ഷ്യം എന്ന് പൂർത്തിയാവുന്നുവോ അന്ന് നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങും. അല്ല, നീ എങ്ങനെയാ മുറിയിലെത്തിയത്? അതെനിക്കിപ്പോഴും അറിയില്ല. കോളേജ് കഴിയുന്ന അവസാന ദിവസം എന്നെ ആരൊക്കെയോ ബലമായി പിടിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോയി. പിന്നെ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഉണരുമ്പോ ഞാൻ അടച്ചിട്ട മുറിയിലാണ്. അത് ആര് ചെയ്തതാണെന്നും എന്തിനു വേണ്ടി ചെയ്തതാണെന്നും എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ ഒരിക്കലും രാമാനന്ദനെ ഞാൻ അവിടെ വെച്ച് കണ്ടിരുന്നു. അപ്പോ ഞാൻ വിചാരിച്ചത് ദേവദത്തൻ ഞാൻ ദുർഗയാണെന്ന് മനസ്സിലായിട്ട് എന്നെ ബന്ധിയാക്കിയതാണെന്നാ. രക്ഷപ്പെടാൻ ഒരുപാട് വഴികൾ നോക്കി, പക്ഷെ സാധിച്ചില്ല. അതെല്ലാം അവളുടെ കളികളായിരിക്കും. ആ ഹർഷയുടെ. ഹർഷയോ? അതാരാ? പെട്ടെന്ന് അതിനെന്ത് മറുപടി പറയുമെന്നൊരു നിമിഷം അവൻ ആലോചിച്ചു. അത് പിന്നെ എന്റെ ഭാര്യ. ഭാര്യയോ? അഭിയോട് കൂടെ ഒരുമിച്ച് ജീവിക്കാനല്ല അവൾ തിരിച്ചു വന്നതെങ്കിലും അവളുടെ ഹൃദയത്തിൽ ഒരു കത്തി കൊണ്ട് കുത്തുന്ന പോലെയാണ് അവൾ ആ വാക്ക് കേട്ടത്. മറ്റൊരു പെണ്ണുമായി ജീവിതം തുടങ്ങിയിട്ടാണോ അഭി നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്ന് പറയുന്നത്? അത് അങ്ങനെയൊന്നുമല്ല ദുർഗ. അവളൊരു വൃത്തികെട്ട സ്ത്രീയാ. എന്നെ ചതിച്ചുകൊണ്ട് സ്വന്തമാക്കിയതാണ് അവളെന്നെ. അവളുടെ ഉദ്ദേശം എന്താണെന്ന് ഇതുവരെ എനിക്ക് വ്യക്തമല്ല. എന്ത് തന്നെയാലും അഭി, ഒരുവരുടെ കഴുത്തിൽ താലി ചാർത്തിയില്ലേ? എല്ലാ ഓർമ്മകളും നഷ്ടമായെന്ന് രാജു പറഞ്ഞെങ്കിലും എന്നെങ്കിലും ഒരിക്കൽ നമ്മൾ തമ്മിൽ കാണുമ്പോ നീ എന്നെ ചേർത്ത് പിടിക്കുമെന്ന് വിശ്വസിച്ച ഞാനാ മണ്ടി. നീ എന്നെ ഇങ്ങനെ തളർത്തല്ലേ ദുർഗ. ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക്. നിനക്ക് വേണ്ടിയാ ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്.
നെറ്റിയിൽ സിന്ദൂരം ചാർത്തിയത്. എനിക്ക് വേണ്ടിയോ? അതെ, നിനക്ക് വേണ്ടി തന്നെ. നീ പറഞ്ഞ പോലെ നിന്നെ കോളേജിൽ വെച്ച് ആദ്യ ദിവസം കണ്ടപ്പോൾ മുതൽ നീയുമായിട്ടുള്ള പ്രണയം എന്റെ ഹൃദയം എന്നെ ഓർമ്മിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. ഹർഷയുമായുള്ള വിവാഹം അച്ഛൻ ഉറപ്പിച്ചപ്പോൾ മുതൽ നിന്റെ മുഖം എന്റെ മനസ്സിൽ നിന്ന് മായുന്നുണ്ടായിരുന്നില്ല. നിന്റെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ ആണ് അവൾ പറഞ്ഞ പോലെയൊക്കെ ഞാൻ ചെയ്തത്. ആയിരുണ്ട മുറിയിൽ പേടിച്ച് വിറച്ച് കിടന്നിരുന്ന രാത്രികൾ ഓർത്തപ്പോ അവൻ പറഞ്ഞതെല്ലാം ശരിയായിരിക്കുമെന്ന് അവൾ വിശ്വസിച്ചു. അവൾക്കിനി എന്നെ ആവശ്യമില്ല. എന്നെക്കൊണ്ടുള്ള അവളുടെ ആവശ്യം കഴിഞ്ഞു. നീ എന്റെ കൂടെ വാ. നമുക്കിനി എല്ലാം മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങാം. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം അബി. എനിക്ക് നല്ല തളർച്ചയുണ്ട്. ഞാൻ ഇന്ന് കിടക്കട്ടെ. കണ്ണുകൾ അടച്ച് തളർന്നു കിടക്കുന്ന ദുർഗയെ അബി നോക്കിക്കൊണ്ടിരുന്നു. എന്തേ, അബി പോകുന്നില്ലേ? ഞാൻ പോകാനോ? നിന്നെ വിട്ടിട്ട് ഞാനിനി എവിടേക്ക് പോകാൻ? ഞാനിനി എങ്ങോട്ടും പോകുന്നില്ല. വേണ്ട, നീ ഇപ്പൊ എന്റെ കൂടെ ഇരുന്ന അതെന്റെ ജീവന് തന്നെ ആപത്താ. നിന്റെ അച്ഛനെ അറിഞ്ഞ ആ നിമിഷം തന്നെ അയാൾ എന്നെ കൊല്ലും. എന്റെ ശരീരത്തിൽ അവസാന തുടിപ്പ് അവശേഷിക്കുന്നവരെ നിന്നൊരു മരണത്തിനും ഞാൻ ഇനി വിട്ടുകൊടുക്കില്ല ദുർഗ. അത് നിന്റെ ആഗ്രഹമല്ലേ? നീ വീണ്ടും ഞാനുമായി അടുത്തു എന്ന് അയാൾക്ക് മനസ്സിലായ പിന്നെ എല്ലാം തീർന്നു. ഇപ്പൊ അയാൾക്ക് ഞാൻ ജീവനോടെ ഉണ്ടെന്ന് അറിയാമെങ്കിലും ഞാൻ ദുർഗയാണെന്ന് സത്യം അറിയില്ല. അതുകൊണ്ടല്ലേ ആ ദ്രോഹി എന്റെ ജീവൻ എടുക്കാത്തത്. അല്ലെങ്കിൽ എന്നെ കൊന്നു തള്ളിയേനെ. പക്ഷേ നിന്നെ തനിച്ചാക്കി ഞാൻ ഇനി എങ്ങനെ മടങ്ങും? ഞാൻ രാജുവിനെ വിളിച്ചോണ്ട് അവൻ വന്നെന്നെ കൂട്ടിക്കൊണ്ടു പോയിക്കോളും. ഇത്രയും കാലം അവൻ തന്നെയല്ലേ എന്റെ കൂടെ ഉണ്ടായിരുന്നത്. രാജു, എന്റെ രാജു, നീ എന്നാ ഇപ്പൊ തന്നെ അവനെ ഒന്ന് വിളിച്ചേ. എനിക്ക് അവനോട് സംസാരിക്കണം. അവനെ കാണണം. ഒന്നും ഇപ്പൊ വേണ്ട അബി. ഞാൻ പറഞ്ഞില്ലേ, കുറച്ചു കാലം കൂടെ എനിക്കിതെല്ലാം രഹസ്യമായി തന്നെ കൊണ്ടു നടന്നേ മതിയാവൂ. അവൾ പറയുന്നത് അനുസരിക്കുകയല്ലാതെ വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കി അവൻ അവിടെ നിന്നും വീട്ടിലേക്ക് മടങ്ങി. കാർ സൈഡാക്കി അകത്തേക്ക് കയറാൻ നിന്ന അബിയെ ദേവദത്തൻ പുറമെ തടഞ്ഞു വെച്ചു. അയാളെ കണ്ടതും ദുർഗ പറഞ്ഞ കാര്യങ്ങൾ അവന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഇത്രയും ക്രൂരനായ ഒരു അച്ഛനിൽ നിന്ന് പിറവിയെടുത്തതിൽ അവന് കുറ്റബോധം തോന്നി. നീ എവിടെയായിരുന്നു ഇത്രയും സമയം? പെട്ടെന്ന് അയാൾ അത് ചോദിച്ചതും അവന്റെ നാവൊന്ന് പതറി. ഞാൻ ഹർഷയുടെ വീട്ടിൽ. അവിടെ നിന്ന് നീ പോന്നിട്ട് കുറച്ചു സമയമായി എന്നാണല്ലോ രാമാനന്ദൻ പറഞ്ഞത്. ഞാനിങ്ങനെ പോകുന്നതിന്റെയും വരുന്നതിന്റെയൊക്കെ കണക്കെടുക്കാൻ ഞാൻ എന്താ 5 വയസ്സായ കുട്ടിയാണോ? എനിക്ക് എന്റേതായിട്ടുള്ള എന്തൊക്കെ ആവശ്യങ്ങളുണ്ടായിരിക്കും. മോനെ, ഞാനറിയാത്തൊരാവശ്യം എനിക്ക് വേണ്ട. ദേവദത്തൻ അവന്റെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. താൻ ദുർഗയുടെ അടുത്തേക്ക് പോയതാണെന്ന് ഹർഷ അയാളോട് പറഞ്ഞിട്ടുണ്ടാവുമോ എന്ന് അവൻ ഒരു നിമിഷം ഭയപ്പെട്ടു. അവൻ പിന്നെ മറുപടിയൊന്നും പറയാതെ വേഗം അകത്തേക്ക് കയറി അവന്റെ റൂമിലേക്ക് പോയി ഹർഷയ്ക്ക് വിളിച്ചു. നീ എന്റെ അച്ഛനോട് ഞാൻ ദേവുവിനെ അന്വേഷിച്ചു പോയതാണെന്ന കാര്യം പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല അബി. എന്താ അവളുടെ അവസ്ഥ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഓ, ഒരു പെണ്ണിനെ ജീവശമാക്കി കിടത്തിയിട്ട് അവളെ വിവരം അന്വേഷിക്കാം. വെച്ച് പോടി, അബി ദേഷ്യത്തോടെ പറഞ്ഞു. കൂടുതൽ ഓവസ്മാർട്ടായാലേ ഞാൻ എല്ലാം എന്റെ അച്ഛനോട് അങ്ങ് പറയും. നമ്മുടെ ആവശ്യം കഴിഞ്ഞപ്പോ അവളെ തുറന്നു വിട്ടു എന്നാണ് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അത് വെറുതെ എന്നെ കൊണ്ട് മാറ്റി പറയിപ്പിക്കരുത്. ദുർഗയെക്കുറിച്ച് എന്തെങ്കിലും അവർ അറിഞ്ഞാലുള്ള അവസ്ഥ അബി ഓർത്തപ്പോ ഹർഷയെ പിണക്കുന്നത് ശരിയല്ല എന്നവന് മനസ്സിലായി. ഐ ആം സോറി, ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അറിയാതെ പറഞ്ഞു പോയതാ. അതും പറഞ്ഞ അബി ഫോൺ കട്ടാക്കി. മുറിയിൽ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന അവന്റെയും ഹർഷയുടെയും കല്യാണ ഫോട്ടോ കണ്ടതും മനസ്സിലേക്ക് അവർ ഒരുമിച്ച് പങ്കിട്ട നിമിഷങ്ങൾ കയറി വന്നു. ഒട്ടും താല്പര്യമില്ലാതെയാണ് അവൻ അത് ചെയ്തതെങ്കിലും അത് ഓർമ്മയിൽ നിന്നും മായ്ക്കാൻ അവന് സാധിച്ചില്ല. അതോടൊപ്പം ദുർഗയുടെയും വാടിത്തളർന്ന മുഖം ഹൃദയത്തിലെത്തിയതും അവന് വല്ലാത്തൊരു സംഘർഷാവസ്ഥയിലായി. സത്യത്തിൽ എന്താണ് തന്റെ ഉള്ളിൽ നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അവന് സാധിച്ചില്ല. ദുർഗ വിളിച്ചതനുസരിച്ച് രാജ് ഹോസ്പിറ്റലിലേക്ക് വന്നു. ദുർഗ, നീ എങ്ങനെയാ ഇവിടെ എത്തിയത്? നിന്നെ ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു എന്നറിയോ? അവൾ നടന്ന സംഭവങ്ങളെല്ലാം അവനോട് പറഞ്ഞു. അപ്പോ അബി, അവൻ നിന്നെ തിരിച്ചറിഞ്ഞോ? എന്റെ അവസ്ഥ അത്രയും മോശമായിരുന്നു. ആ സമയം എനിക്ക് അവനോടെല്ലാം തുറന്ന് പറയേണ്ടി വന്നു. അവൻ എന്നെയും കൊണ്ട് ഇവിടുന്ന് പോവാൻ നിൽക്കുക. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. എന്റെ ആവശ്യം അതല്ലല്ലോ. അവനോടുള്ള പ്രണയവും ഒരുമിച്ച് ജീവിക്കാനുള്ള മോഹവുമെല്ലാം അവരുടെ ജീവനില്ലാതെ കിടക്കുന്ന ശരീരങ്ങൾ കണ്ടപ്പോ അവസാനിച്ചതാ. എനിക്കെന്നെ ഈ കൈകൊണ്ട് ആ ദേവദത്തിന്റെ ജീവൻ എടുക്കണം. ആ നിമിഷം തന്നെ ഞാൻ എന്റെ ജീവനും അവസാനിപ്പിക്കും. അതിനുള്ള വഴിയാ എനിക്കിനി കണ്ടുപിടിക്കേണ്ടത്.
നീ പറഞ്ഞ പോലെ അബിയിലൂടെ അല്ലാതെ അയാളിലേക്ക് എത്താൻ മറ്റൊരു വഴിയും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ചുറ്റും കാവൽക്കാരുള്ള അയാൾക്ക് നേരെ ഒരു തയ്യാറെടുപ്പും കൂടാതെ ചെന്ന നമ്മുടെ ജീവന് അപകടമെന്നല്ലാതെ അയാൾക്കൊന്നും സംഭവിക്കില്ല. തന്ത്രപരമായി കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയാലേ നിന്റെ ലക്ഷ്യം പൂർണ്ണമാവുകയുള്ളൂ. എന്നിട്ട് അബി, അവൻ എന്നെക്കുറിച്ച് ചോദിച്ചോ? ചോദിച്ചു. നിന്നെ കാണണം, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോ ഇതിന്റെ ഇടയിലേക്ക് നീ കടന്നു വന്ന അത് എന്റെ പദ്ധതികൾക്കൊരു തടസ്സമാവും. അതുകൊണ്ട് ഞാൻ സമ്മതിച്ചില്ല. നീ എവിടെയെങ്കിലും ഉണ്ടെന്ന ദുഷ്ടനറിഞ്ഞ എന്താ സംഭവിക്കുകയെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അതിരിക്കട്ടെ, നീ എവിടെയായിരുന്നു ഇത്രയും ദിവസം? ആരാ നിന്നെ ഈ അവസ്ഥയിലാക്കിയത്? ആ രാമാനന്ദനില്ലേ, ഇത് അയാളുടെ പണിയാ. അയാളുടെ മകളുടെ കഴുത്തിൽ അബിയെ കൊണ്ട് താലി കെട്ടിക്കാൻ കളിച്ച കളി. അബി പറഞ്ഞ കാര്യങ്ങളെല്ലാം ദുർഗ രാജുവിനോട് പറഞ്ഞു. ദുർഗയുടെ ആരോഗ്യാവസ്ഥ കുറച്ച് പരിതാപകരമായിരുന്നതുകൊണ്ട് 2 ദിവസം അവർ ഹോസ്പിറ്റലിൽ തന്നെ കിടന്ന ശേഷം രാജുവിന്റെ വീട്ടിലേക്ക് മടങ്ങി. ഇനി എന്താ നിന്റെ പ്ലാൻ? എങ്ങനെയെങ്കിലും അവിടെ വീട്ടിൽ കയറി കൂടണം. ദുർഗ പുറത്തേക്ക് നോക്കി ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു. അതെങ്ങനെ സാധിക്കും? അറിയില്ല, ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. അവന് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചതാ ഇന്നലെ രാത്രി. അവർ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അബിയുടെ കോൾ വന്നു. ദുർഗ, ഞാൻ അമ്മയോട് സംസാരിച്ചിട്ടുണ്ട് നിന്റെ കാര്യം. ഞാൻ എത്ര ആലോചിച്ചിട്ടും ഇതല്ലാതെ വേറൊരു വഴിയും എനിക്ക് കിട്ടിയില്ല. നീ ഇങ്ങനെ അവിടെയും ഇവിടെയും തൊടാതെ ഓരോന്ന് പറയാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറയേ. അത് പിന്നെ ഇവിടെ ഒരു പണിക്കാരുടെ ആവശ്യമുണ്ടെന്ന് അമ്മ പറഞ്ഞിരുന്നു. അപ്പോ ആ സ്ഥാനത്തേക്ക് നിന്നെ കൊണ്ടുവരാനാ ഞാൻ അമ്മയോട് ചോദിച്ചത്. അമ്മ സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഈ വീട്ടിലേക്ക് എന്റെ ഭാര്യയായി വലതുകാൽ വെച്ച് കടന്നു വരേണ്ട നീ ഒരു വേലക്കാരിയുടെ സ്ഥാനത്തേക്ക്, അത് ഓർക്കുമ്പോ എനിക്ക് വല്ലാത്തൊരു മനപ്രയാസം. എന്തിന്? ഒരു സങ്കടവും വേണ്ട. എനിക്ക് എങ്ങനെയെങ്കിലും ആ വീട്ടിലൊന്ന് കടന്നു കിട്ടിയാ മതി. അത് ഏത് വഴിയായാലും എനിക്കൊരു കുഴപ്പവും ഇല്ല. എന്നാലും ഇല്ല. അതിരിക്കട്ടെ, നിന്റെ അച്ഛൻ അതിന് സമ്മതിച്ചോ? അമ്മ കുറെ നിർബന്ധിച്ചപ്പോ സമ്മതം മൂളിയിട്ടുണ്ട്. പക്ഷേ നിന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം കണ്ട അപ്പ ഇവിടെ ഇറക്കി വിടുമെന്നും അമ്മയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞാൻ ഹർഷയോട് എനിക്ക് ഭയങ്കര സ്നേഹമുള്ളത് പോലെയൊക്കെ അവരോട് സംസാരിച്ചത്. അപ്പോ പിന്നെ അച്ഛൻ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ പൂർണ്ണമായും അവളെ ഉൾക്കൊണ്ടുവന്ന്. ആ ധൈര്യത്തിലാണ് നിന്നെ എവിടേക്ക് കൊണ്ടുവരാൻ സമ്മതിച്ചത്. പിന്നെ അച്ഛൻ കാരണം നീ ആരും ഇല്ലാത്തവളായതെന്ന് ചെറിയൊരു കുറ്റബോധവും ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു. കുറ്റബോധം? അല്ല, നിന്റെ ഭാര്യയോ? അവൾക്ക് കുഴപ്പമൊന്നുമില്ലേ? ദുർഗ അങ്ങനെ ചോദിച്ചത് അബിക്ക് വല്ലാത്ത സങ്കടമായി. അവളെ നീ എന്റെ ഭാര്യ എന്ന് പറയില്ലേ ദുർഗ? നീ അത് പറയുന്നത് കേൾക്കുമ്പോ എന്റെ ഹൃദയം തകരുന്നത് പോലെ തോന്നാ. എന്റെ ഭാര്യ, ആ സ്ഥാനത്തേക്ക് നീ മാത്രം മതി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അവൾക്ക് എന്നെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു. ഇനി എന്നെ തേടി വരില്ല അവള്. ഞാൻ എന്നു മുതലേ വരേണ്ടത്? എന്നിട്ട് പറ്റുമെങ്കിൽ നാളെ തന്നെ പോര്, ഞാൻ കാറുമായി വിളിക്കാൻ വരാം. അയ്യോ, അതൊന്നും വേണ്ട. വെറുതെ നിന്റെ അച്ഛന് ഒരു സംശയം തോന്നാൻ ഞാൻ തനിയെ വന്നോണ്ട്. അടുത്ത ദിവസം രാവിലെ തന്നെ ഒരു ധാവണിയെല്ലാം ഉടുത്ത് ദുർഗ നീലേശ്വരം തറവാട്ടിലേക്ക് പോവാനായി ഒരുങ്ങി. അവൾ തനിയായിരുന്നു അവിടേക്ക് പോയത്. ആ വഴികളിൽ കൂടെ നടക്കും തോറും ദുർഗയുടെ മനസ്സിൽ നോവിന്റെ അലകൾ ആഞ്ഞു വീശിക്കൊണ്ടിരുന്നു. അവളും ദേവവും ഓടി നടന്ന വഴികളും അച്ഛന്റെ കൈപിടിച്ച് നടന്ന മനോഹര നിമിഷങ്ങളും അമ്മയുടെ സ്നേഹത്തോടെയുള്ള ശാസനകളുമെല്ലാം ഒരു ഏങ്ങലോടെ അവൾ ഓർത്തെടുത്തു. നീലേശ്വരം തറവാടിന്റെ ഗേറ്റ് ലോക്കായിരുന്നു. വീടിന്റെ മുകളിൽ നിന്നും അവളെ കണ്ടതും അബി ഓടി പുറത്തേക്കിറങ്ങി ഗേറ്റ് തുറന്നു കൊടുത്തു. ദുർഗ, മെല്ലെ പറ അബി. ദുർഗയല്ല, ദേവു. നീ എന്റെ ശവമടക്ക് ഇപ്പൊ തന്നെ നടത്തോ? കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചു ചെയ്യേ. സോറി, നിന്നെ കാണുമ്പോ മറ്റൊന്നും എന്റെ മനസ്സിലേക്ക് വരുന്നില്ല. അബി, ഡാ, ആരാ അവിടെ? വാ, അകത്തേക്ക് പോവാം. അബി അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മോളെ, ദേവു. അവളെ കണ്ടതും ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. നിന്നെ കുറിച്ച് ഞാൻ എപ്പോഴും ചോദിക്കുമായിരുന്നു ഇവനോട്. അന്നത്തെ സംഭവത്തിനു ശേഷം നീ മാത്രമല്ലേ ബാക്കിയായത്. പക്ഷേ അത് കഴിഞ്ഞ് നീ എവിടേക്കാ പോയതെന്ന് ആർക്കും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെയുള്ള പലരോടും അന്വേഷിച്ചു. പക്ഷേ ഉത്തരം കിട്ടിയില്ല. ഇവനാണെങ്കിൽ അന്ന് നടന്ന ആക്സിഡന്റിൽ ഓർമ്മ പൂർണ്ണമായി നശിച്ചില്ലേ. എന്നെ പോലും തിരിച്ചറിഞ്ഞിരുന്നില്ല. എന്നാലും ഏത് മഹാപാപികളാണാവോ ആ ക്രൂരത ചെയ്തത്. അതും ആർക്കൊരു ശല്യവും ഉണ്ടാക്കാതെ ജീവിച്ചിരുന്ന നിങ്ങളോട്. നിങ്ങളുടെ സ്വന്തം നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് ചെയ്തതായിരിക്കും എന്നൊക്കെയാ ആളുകൾ പറഞ്ഞിരുന്നേ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
ദുർഗ സംശയം നിറഞ്ഞ മുഖഭാവത്തോടെ ചോദിച്ചു. തുടരും.